ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് യുകെയിലെ മനോഹരമായ ഒരു ചെറിയ ബോട്ട് യാത്രയ്ക്കാണ്. മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ചെറുതായി മഴ ചാറുന്നുമുണ്ട്. നമ്മൾ പോകുന്നത് കോൺവാളിലെ മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ്, കൊസാന്റ്. ഇതാണ് നമ്മുടെ യാത്രയ്ക്കായുള്ള കൊസാന്റ് ഫെറി. www.plymouthboattrip.co.uk എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഫെറിയിൽ നിന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഫെറി നീങ്ങി തുടങ്ങി. ഞങ്ങൾ ഫെറിയുടെ മുകളിലേക്ക് പോയി. നമ്മുടെ സ്രാങ്ക് ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലും കിടലിനായാണ് ഫെറിയെ നിയന്ത്രിക്കുന്നത്. വിസിബിലിറ്റി കുറവാണ്. ഞങ്ങൾ സഞ്ചരിക്കുന്ന ഫെറിക്ക് ചുറ്റും ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ ഒരു ഫോഗ് ഡോം രൂപപ്പെട്ടിട്ടുണ്ട്. ഫെറിയിലേക്ക് ഫോഗ് വരാതെ നിശ്ചിത അകലത്തേക്ക് ഫോഗ് മാറി നിൽക്കുന്നതായി കാണാം. തെളിഞ്ഞ കാലാവസ്ഥ സമയത്താണ് ഈ ട്രിപ്പ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ഫെറിയുടെ കൂടെ ഡോൾഫിൻസും നീന്തി തുടിക്കുന്നത് കാണാമെന്ന് സ്രാങ്ക് പറഞ്ഞു. ഡോൾഫിൻസിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു നീർക്കാക്കയെ കാണാൻ പറ്റി. ആ ദൂരെ കാണുന്നത് ഒരു വാർഷിപ്പ് ആണെന്ന് സ്രാങ്ക് പറഞ്ഞു. കൊസാന്റെ തീരം കണ്ടു തുടങ്ങി. വിസിബിലിറ്റി കുറവാണ്. ഈ ഫോഗും മഴയുമൊക്കെയായി ഒരു മിസ്റ്ററി വൈബിലാണ് കൊസാന്റ് തീരം. ഞങ്ങൾ ഇവിടെ സേഫാക്കി എത്തിച്ച സ്രാങ്കിനോടും സ്രാങ്കിന്റെ അസിസ്റ്റന്റിനോടും ബൈ പറഞ്ഞ് കൊസാന്റ് വില്ലേജ് കാണാൻ ഇറങ്ങി. ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് തിരക്കുകളിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു വെച്ച ഒരു കൊച്ചു ഗ്രാമം. സമയം നിശ്ചലമായി നിന്നുപോയെന്ന് തോന്നിപ്പിക്കുന്ന തെരുവുകൾ, ഇടുങ്ങിയ പാതകളും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വർണ്ണാഭമായ കോട്ടേജുകളും ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇവിടുത്തെ ശാന്തമായ കടൽ തീരം സഞ്ചാരികളുടെ പ്രിയ ഇടമാണ്. വലിയ തിരമാലകളില്ലാത്ത പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെട്ട ഈ തീരം നീന്തലിനും കയാക്കിങ്ങിനും ഏറെ അനുയോജ്യമാണ്. വീക്കെൻഡ് സണ്ണി ഡേയ്സിൽ സഞ്ചാരികളെ കൊണ്ട് നിറയുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ബഹളങ്ങളിൽ നിന്ന് മാറി പ്രകൃതിയോട് ഇണങ്ങി കുറച്ചു സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കൊസാന്റ്.